കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചു. ലിബറൽ പാർട്ടി നേതൃസ്ഥാനവും ഒഴിയുകയാണെന്ന് ജസ്റ്റിൻ ട്രൂഡോ വ്യക്തമാക്കി. പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതുവരെ തൽസ്ഥാനത്ത് തുടരും. ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾക്ക് പിന്നാലെയാണ് ട്രൂഡോയുടെ രാജി. Parliamentary press gallery and anyone who's been watching politics closely over the past months will know that Parliament has been entirely seized by obstruction and filibustering and a total lack of productivity over the past few months. We are right now the longest serving minority government in history, and it's time for a reset. It's time for the temperature to come down, for the people to have a fresh start. സന്ധ്യ പ്രഭ നമുക്കൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സന്ധ്യ, ഒരു സർപ്രൈസോ ഒരു ഷോക്കോ ഇല്ല, കാരണം അനിവാര്യമായ ഒരു രാജിയായിരുന്നു. ആ രീതിയിൽ സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും വലിയ എതിർപ്പുണ്ടായിരുന്നു. ഈ രാജി പ്രഖ്യാപിച്ചുകൊണ്ട് ട്രൂഡോ പറയുന്ന കാര്യങ്ങൾ എന്താണ്? ആര്യ, അതിവൈകാരികമായ ഒരു രാജി പ്രഖ്യാപനമാണ് ജസ്റ്റിൻ ട്രൂഡോയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ജനപ്രീതിയിലുണ്ടായ ഒരു ഇടിവും അതുപോലെ തന്നെ ലിബറൽ പാർട്ടിക്ക് അകത്തു നിന്ന് തന്നെ അദ്ദേഹത്തിനെതിരെ ഉണ്ടായ എതിർപ്പുകളും ഒക്കെയാണ് ഇപ്പോൾ ഈ ഒരു രാജിക്ക് കാരണമായിരിക്കുന്നത്. 2015 കനേഡിയൻ പ്രധാനമന്ത്രിയായി ജസ്റ്റിൻ ട്രൂഡോ എത്തുന്നത്. ആ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ പ്രധാനമന്ത്രിയാകുന്നതിൻ്റെ പ്രതീക്ഷകളും സന്തോഷവും ഒക്കെ കാനഡയ്ക്ക് ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ജസ്റ്റിൻ ട്രൂഡോ എടുക്കുന്ന നയങ്ങൾ കാനഡയിലെ ജനങ്ങൾക്കും ലിബറൽ പാർട്ടിക്ക് അകത്തു ഉള്ള നേതാക്കൾക്കും ഒന്നും അംഗീകരിക്കാൻ കഴിയാത്തതായിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമുക്കറിയാം ലോകത്തെല്ലായിടത്തും കുടിയേറ്റം നടക്കുന്നുണ്ട്. അപ്പോൾ കാനഡയിലും സ്വാഭാവികമായി കുടിയേറ്റക്കാർ വർദ്ധിക്കുന്നുണ്ടായിരുന്നു. ജനപ്രീതി ഇടിയുന്ന ഒരു സമയത്ത് കുടിയേറി വന്നവർക്ക് വേണ്ടിയിട്ട് നയങ്ങളിൽ മാറ്റം വരുത്തുന്ന ഒരു കാര്യം ജസ്റ്റിൻ ട്രൂഡോയുടെ ഭാഗത്ത് നിന്നുണ്ടായി. ഇത് ജനങ്ങളെ വലിയ രീതിയിൽ ഒരു വിമർശനം ജസ്റ്റിൻ ട്രൂഡോയ്ക്കെതിരെ ഉന്നയിക്കാൻ കാനഡയിലെ ജനങ്ങൾ ഉന്നയിക്കാൻ കാരണമായി. അതോടൊപ്പം തന്നെ ലിബറൽ പാർട്ടിയിലുള്ള MP-മാരും ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് എതിരാവാൻ കാരണമായി എന്നുള്ളതാണ്. സാമ്പത്തികമായും സാമൂഹികപരമായും ഒക്കെ ജസ്റ്റിൻ ട്രൂഡോ എടുത്ത നയങ്ങൾ ഒരു രീതിയിലും അവർക്ക് അംഗീകരിക്കാൻ കഴിയാത്തതായിരുന്നു. പിന്നെ നമുക്കറിയാം ഇന്ത്യ വിരുദ്ധ നയം, US-ഉമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതുമൊക്കെ ഈ രാജിക്ക് ഒരു കാരണമാവുകയാണ്. ഇന്ത്യ വിരുദ്ധ നയം നമുക്കറിയാം നിജർ വധവുമായി ബന്ധപ്പെട്ട് പിന്നീടുണ്ടായ പ്രശ്നങ്ങൾ. ഈ നിജർ വധം അത് ഇന്ത്യ നടത്തിയ ഒരു കൊലപാതകമാണ് എന്ന രീതിയിൽ ട്രൂഡോ എത്തുന്നത്. ഇതിലൊരു അന്വേഷണം പോലും എത്താത്ത ഒരു സമയത്താണ് ഇതിലൊരു പ്രസ്താവന ട്രൂഡോ ഇറക്കുന്നതും അതിന് ഇന്ത്യ തിരിച്ചടിക്കുന്നതും. അങ്ങനെ ഇന്ത്യയുമായും ഉണ്ടായ ഒരു പ്രശ്നങ്ങളും ഒക്കെ ഈ ഒരു രാജിക്ക് കാരണമായിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. ഇന്ന് രാജി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന്. ആ ഒരു അഭ്യൂഹം വന്ന സമയം മുതൽ തന്നെ എക്കണോമി, അതായത് കനേഡിയൻ വിപണി ശക്തമായി പ്രതികരിക്കുന്നുണ്ടായിരുന്നു. ഒരു ഭരണകർത്താവ് രാജിവെക്കാൻ പോവുകയാണ് എന്നറിഞ്ഞപ്പോൾ ഒരു പക്ഷേ ഏറ്റവും വലിയ ഒരു ചാഞ്ചാട്ടം ഇന്ന് വിപണിയിൽ കണ്ടു. ചാഞ്ചാട്ടം എന്ന് പറയുമ്പോൾ വലിയ കുതിപ്പാണ് കനേഡിയൻ ഡോളർ. അത്രയും കരുത്ത് ഒരു 3 ആഴ്ചക്കിടയിൽ ഏറ്റവും ഉയർന്ന നിലയിലേക്ക്, അമേരിക്കൻ ഡോളറുമായി വെച്ച് നോക്കുമ്പോൾ 3 ആഴ്ചക്കിടയിൽ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് കനേഡിയൻ ഡോളർ എത്തുകയും ചെയ്തിട്ടുണ്ട്.